ആഭ്യന്തര വകുപ്പിനെയും പോലീസിനെയും വെല്ലുവിളിച്ചുകൊണ്ട് അർജുൻ ആയങ്കി ഒളിവിൽ തുടരുക തന്നെയാണ്. ഇപ്പോൾ അർജുൻ ആയങ്കിയെ കണ്ടെത്താനുള്ള ഊർജിത അന്വേഷണവും തുടരുന്നുണ്ട്. സഹോദരനും സുഹൃത്തിനുമൊപ്പം തൃശൂരിലെത്തിയ അർജുൻ വിവിധ ഫോണുകൾ ഉപയോഗിച്ച് കബളിപ്പിക്കുന്നു എന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയത്. സഹോദരനെ കസ്റ്റഡിയിലെടുക്കുകയും വിശദമായി ചോദ്യം ചെയ്യുകയും ചെയ്തു. അർജുനെ കുറിച്ചുള്ള ചില നിർണായക സൂചനകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചതായാണ് വിവരം. ലെവിൻ കെ വിജയൻ വിവരങ്ങളുമായി തൃശൂരിൽ നിന്നും ചേർന്നുണ്ട്. ലെവിൻ, ഗുഡ് മോർണിംഗ്. ഈ ആയങ്കിയുടെ CCTV ദൃശ്യങ്ങളടക്കം ഇന്നലെ പുറത്തു വന്നതാണ്. ടോൾ പ്ലാസ കടക്കാൻ ശ്രമിക്കുന്നതിന്റെ വ്യാപകമായ തിരച്ചിൽ ഇന്നലെ വൈകുന്നേരമൊക്കെ അപ്പം ലെവിൻ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ജില്ല അരിച്ചു പറക്കുകയാണ് പോലീസ്. അത് മാത്രമല്ല റെയിൽവേ സ്റ്റേഷനും ബസ് സ്റ്റാൻഡും ഒക്കെ കേന്ദ്രീകരിച്ച് ഇയാൾക്ക് ഇപ്പൊ ജില്ല വിടാനാണെങ്കിലും അല്ലാതെയും സാധ്യമാകുന്ന എല്ലാ സ്ഥലങ്ങളും അരിച്ചു പറക്കിയുള്ള അന്വേഷണത്തിലായിരുന്നു. പക്ഷേ ഒരു രാത്രി കഴിഞ്ഞു, പകലായി, ഇനിയും ആയങ്കിയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇന്നത്തെ ഒരു തിരച്ചിൽ അല്ലെങ്കിൽ പോലീസ് നീക്കങ്ങൾ എങ്ങനെയാണ് ലെവിൻ? ഒപ്പം നിർണായകമായ എന്തെങ്കിലും വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിക്കുന്നുണ്ടോ? സേതു, ഗുഡ് മോർണിംഗ്. അർജുൻ ആയങ്കിക്ക് വേണ്ടിയുള്ള തിരച്ചിലായിരുന്നു ഇന്നലെ രാത്രി. മുഴുവൻ ജില്ലയിലുടനീളം എല്ലാ സ്ഥലങ്ങളും കേന്ദ്രീകരിച്ചുകൊണ്ട് പോലീസ് സ്റ്റേഷനുകൾക്ക് അലേർട്ട് നൽകിയിരുന്നു. രാത്രി അധിക സമയത്ത് ഡ്യൂട്ടി ചെയ്താണ് പോലീസ് ഉദ്യോഗസ്ഥർ തെരച്ചിലിൻ്റെ ഭാഗമായത്. അർജുനെ ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ലഭ്യമായിരിക്കുന്ന വിവരം. തൃശൂർ സിറ്റി പോലീസും റൂറൽ പോലീസും സംയുക്തമായിട്ടാണ് ജില്ലയിലുടനീളം തിരച്ചിലുകൾ നടത്തിയത്. എറണാകുളം റൂറൽ പോലീസിൻ്റെ കൂടി സഹായമുണ്ട്. പാലക്കാട് ജില്ലാ പോലീസ് കൂടി ഈ പരിശോധനയുടെ ഭാഗമായിരുന്നു. പരിശോധനകൾ തുടർന്നു വരികയാണ് എന്ന് തന്നെയാണ് നമ്മളുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ പറയുന്നത്. അതിനിടെ ഈ കസ്റ്റഡിയിലെടുത്ത അർജുൻ്റെ സഹോദരൻ അഖിലിനെ എറണാകുളം റൂറൽ പോലീസിന് കൈമാറിയിരുന്നു. അഖിലിനൊപ്പം ഉണ്ടായിരുന്ന യുവതിയെയും അവരെ അറസ്റ്റ് ചെയ്യുകയോ കസ്റ്റഡിയിലെടുക്കുകയോ രേഖപ്പെടുത്തിയിട്ടില്ല. എങ്കിൽ പോലും അഖിലിനൊപ്പമുള്ള ആളെന്നുള്ള നിലയിൽ ഇവരെയും റൂറൽ പോലീസിന് കൈമാറിയിട്ടുണ്ട്. പോലീസ് പ്രധാനമായും സംശയിക്കുന്നത് ഇന്നലെ രാത്രി കുന്നംകുളം, എരുമപ്പെട്ടി ഭാഗങ്ങളിലായി തൃശ്ശൂർ ജില്ലയുടെ 2 സ്ഥലങ്ങളിലായി ഇയാൾ എത്തിയിട്ടുണ്ട്, അർജുൻ എത്തിയിട്ടുണ്ട് എന്നായിരുന്നു. അതുകൊണ്ട് ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു തെരച്ചിൽ ഊർജിതമാക്കിയത്. അതേസമയത്ത് തന്നെ ജില്ലയ്ക്ക് പുറത്തേക്ക് ഇയാൾ രക്ഷപ്പെടാതിരിക്കാനുള്ള എല്ലാ സാധ്യതകളും പോലീസ് ഉറപ്പുവരുത്തിയിരുന്നു. ജില്ലാ അതിർത്തികളിലും മറ്റ് സ്ഥലങ്ങളിലും വാഹന പരിശോധന ശക്തമായിരുന്നു. അതോടൊപ്പം തന്നെ ബസ് സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷൻ പോലുള്ള സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടും പരിശോധനകൾ ഊർജിതമാക്കി. ഷാഡോ പോലീസും മഫ്തി പോലീസും ഒക്കെ പല സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നിന്നിരുന്നു. പക്ഷേ അർജുനെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിലും ലഭ്യമാകുന്ന വിവരം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അർജുൻ്റെ സഹോദരൻ അഖിലിനെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു. വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് തൃശ്ശൂരിലേക്ക് എത്തിയതെന്നാണ് ഇയാൾ മൊഴി നൽകിയിരിക്കുന്നത്. ഇയാളുടെ കൈവശമുണ്ടായിരുന്നത് അർജുൻ്റെ ഫോൺ തന്നെയായിരുന്നു. പല സ്ഥലങ്ങളിലായി പോലീസിനെ കബളിപ്പിക്കുന്ന വിധത്തിൽ ഈ സിഗ്നലിൽ വ്യക്തമായിരുന്നു. അതുകൊണ്ട് തന്നെ പോലീസ് ഈ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് പോലീസ് സംഘത്തെ കബളിപ്പിക്കുന്ന തരത്തിൽ തൃശൂർ നഗരത്തിൽ തന്നെ പല സ്ഥലങ്ങളിൽ പോലീസ് അന്വേഷണ സംഘത്തെ കബളിപ്പിച്ച ഫോൺ മാറ്റി ഈ ലൊക്കേഷൻ ചേഞ്ച് ചെയ്ത് പോവുകയാണ് അർജുൻ ആയങ്കി.